അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. PDP നേതാവ് അബ്ദുൽ നാസർ മഅദനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കർണാടക സർക്കാർ. നരിക്കോട് ഉസ്താദ് ആണ്ടുനേർച്ചയും ബദർദിന പ്രാർത്ഥനാരാവും ഈ മാസം 9 തുടങ്ങും. റമളാൻ കാ മൗസം യഹാം ബഹുത് അച്ഛ ഉറുദു ചാനലായ ETVയുടെ റിപ്പോർട്ടർ. ഷെയ്ഖ് അഹമ്മദ് കബീർ റിഫാഴിയുടെ മഖബറ ഇറാഖ് വിമത സൈന്യം തകർത്തതായി റിപ്പോർട്ട്. ചൈനയിൽ സിൻജിയാങ്ങുകാർ നോമ്പെടുക്കുന്നു, വിലക്കുകളെ അതിജയിച്ച്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാഖിൽ നിന്ന് 200 ഇന്ത്യക്കാർ കൂടി മടങ്ങിയെത്തി. കലാപഭൂമിയായ ഇറാഖിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി നേഴ്സുമാർ വന്നിറങ്ങിയത് ന്യൂസ് ചാനലുകളുടെ തത്സമയ അങ്കത്തട്ടിലേക്ക്. നിശ പാർട്ടികളിലെ ലഹരി മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാഖിൽ നിന്ന് 200 ഇന്ത്യക്കാർ കൂടി മടങ്ങിയെത്തി. പ്രത്യേക വിമാനത്തിൽ രാവിലെ 5 മണിക്കാണ് ഇവർ മടങ്ങിയെത്തിയത്. ഇറാഖിൽ പലയിടങ്ങളിലായി വിവിധ ജോലി ചെയ്യുന്നവരാണ് തിരിച്ചെത്തിയത്. 46 നേഴ്സുമാരെ ഇന്നലെ തിരിച്ചെത്തിച്ചതിന് പിന്നാലെയാണിത്. 2 ദിവസത്തിനകം 400-ലധികം പേരെ ഇനിയും തിരിച്ചെത്തിക്കാനാകുമെന്നാണ് കരുതുന്നതെന്ന് വിദേശകാര്യ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു. മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് തിരിച്ചെത്താനുള്ളത്. കലാപഭൂമിയായ ഇറാഖിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി നേഴ്സുമാർ വന്നിറങ്ങിയത് ന്യൂസ് ചാനലുകളിലെ തത്സമയ അങ്കത്തട്ടിൽ. നേഴ്സുമാരുടെ മോചനത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഭരണ പ്രതിപക്ഷ കക്ഷി നേതാക്കളും പ്രവർത്തകരും നടത്തിയ കോലാഹലങ്ങൾക്കിടെ മാധ്യമങ്ങളുടെ കൂട്ടപ്പൊരിച്ചിൽ കൂടിയായപ്പോൾ നേഴ്സുമാരും രക്ഷിതാക്കളും ഇവർക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ലേശിച്ചു. ഇന്നലെ പുലർച്ചെ തന്നെ ചാനൽ ക്യാമറകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിൽ അണിനിരന്നു. രാവിലെ 6:45 നേഴ്സുമാരുമായി എയർ ഇന്ത്യ വിമാനം കൊച്ചിയിലെത്തുമെന്ന് ഔദ്യോഗിക അറിയിപ്പുള്ളതിനാൽ തലേന്ന് തന്നെ ചാനൽ പ്രവർത്തകർ പലരും നെടുമ്പാശ്ശേരിയിലെത്തി തമ്പടിച്ചു. തത്സമയ സംപ്രേഷണത്തിനുള്ള OB വാൻ അടക്കം സർവ്വസന്നാഹങ്ങളും ചാനലുകൾ ഒരുക്കിയിരുന്നു. രാവിലെ മുതൽ തത്സമയ ചർച്ചകളുമായി ചാനൽ സ്റ്റുഡിയോകൾ സജീവമായതിനാൽ വിമാനത്താവളത്തിൽ നിന്ന് മിനിറ്റുകൾ ഇടവിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഇറാഖിലെ ഇർബിൽ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയതിനാൽ ഉച്ചയ്ക്ക് 12 മണിയോടെ മാത്രമേ നേഴ്സുമാർ കൊച്ചിയിലെത്തൂവെന്ന് അറിയിപ്പ് ലഭിച്ചതോടെ കാത്തിരിപ്പിന് ദൈർഘ്യമേറി. 11:45 എയർ ഇന്ത്യ വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി. വിമാനത്താവളത്തിനകത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ലാത്തതിനാൽ മിനിറ്റുകൾ പലത് കടന്നുപോയിട്ടും ദൃശ്യങ്ങൾ ലഭിക്കാൻ പിന്നെയും വൈകി. ഇതിനിടയിൽ വിമാനത്താവളത്തിനുള്ളിലെ രംഗങ്ങൾ മൊബൈലിൽ ചോർത്തിയ ഒരു പ്രമുഖ ചാനൽ നേഴ്സുമാർ പുറത്തിറങ്ങുന്നതിനു മുമ്പേ ഈ ദൃശ്യങ്ങൾ ആഘോഷമാക്കി. ഒടുവിൽ 12 മണിയോടെ നേഴ്സുമാർ പുറത്തേക്ക്. ഉമ്മൻചാണ്ടിക്കും VS അച്യുതാനന്ദനും നരേന്ദ്രമോദിക്കുമൊക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കി രാഷ്ട്രീയ പ്രവർത്തകർ രംഗം ശബ്ദമയമാക്കി. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ആദ്യം കാണിക്കാനും അവരുടെ അനുഭവങ്ങൾ ക്യാമറയിൽ പകർത്താനും ഞാൻ മുമ്പേ എന്ന മട്ടിൽ ചാനൽ പട മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം നേഴ്സുമാരും രക്ഷിതാക്കളും ഒരു വാക്കുപോലും പറയാൻ നിൽക്കാതെ അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ നിശാ പാർട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കും. ഏതു വമ്പന്മാർക്കെതിരെയും നടപടിയെടുക്കാൻ മടിയില്ല. ഇത്തരം കേസുകളിൽ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. സർക്കാർ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമായ ഉയ്ഗൂർ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ചൈനീസ് സർക്കാരിന്റെ ഉത്തരവ് അതിജീവിച്ച് നിരവധി പേർ രംഗത്തെത്തുന്നു. നിരവധി സാധാരണക്കാരായ ആളുകൾ സിൻജിയാങ് പ്രവിശ്യയിലെ കാഷ്ഗറിലും മറ്റും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. കാഷ്ഗറിലെ ഓൾഡ് സിറ്റിയിൽ വൈകുന്നേരത്തോടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളും പള്ളിയിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരും കുട്ടികളും കാഷ്ഗറിലെ മഡീവൽ പള്ളിയിൽ രാത്രി പ്രാർത്ഥനയ്ക്കും മറ്റും സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് നിയമത്തിനെതിരാണ്. പക്ഷേ ഞങ്ങൾ അത് എങ്ങനെയും ചെയ്യും. മത്സ്യവ്യാപാരിയായ ഗുലാം അബ്ബാസ് ചൂണ്ടിക്കാട്ടുന്നു. നൂറ്റാണ്ടുകളായി ഇവിടെ രക്ഷിതാക്കൾ മക്കളെ പള്ളികളിലേക്ക് മദ്രസ, സ്കൂൾ പഠനത്തിനു വേണ്ടി അയക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഇവർ ഖുർആൻ പഠിക്കുന്നത്. പക്ഷേ പുതിയ നിയമം അനുസരിച്ച് ഇതെല്ലാം നിയമവിരുദ്ധമാണ്. ഇസ്ലാമിൽ നിന്ന് തങ്ങളുടെ മക്കളെ അകറ്റി നിർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷേ ഓർമ്മയിൽ നിന്ന് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. വീടുകളിൽ വെച്ച് രഹസ്യമായാണ് ഇതെല്ലാം ചെയ്യുന്നത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇതിനെല്ലാം പുറമെ ചൈനീസ് സർക്കാർ തങ്ങൾക്ക് മക്കൾ തന്നെ വേണ്ട എന്ന നിലപാടിലാണ്. മക്കളുണ്ടായതിന്റെ പേരിൽ തങ്ങൾ പിഴ അടക്കുകയാണ്. 2 മക്കളാണ് സർക്കാർ അനുവദിക്കുന്നത്. 3 ആളുകൾ സർക്കാരിന്റെ ഭാഷയിൽ നിയമത്തിനെതിരാണ്. പിഴയായി 60,000 യുവാൻ അടക്കേണ്ടി വന്നു. ഉയ്ഗൂർ ഭാഷ മറന്നുപോകുമെന്ന ഭയപ്പാടിലാണ് ഇപ്പോൾ തങ്ങളുള്ളത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ വിദ്യാർത്ഥികൾ വരെ നോമ്പ് നോൽക്കരുതെന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. ഇതിനു പുറമെ സ്കൂളിലെ അധ്യാപകർ കുട്ടികളെ നോമ്പെടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന വെള്ളവും ബ്രെഡും കാൻഡിയുമൊക്കെ ഭക്ഷിക്കാൻ നിർബന്ധിക്കുകയാണ് ചില സ്കൂളുകളെന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് പറയുന്നു. സ്ത്രീകൾ തലമറക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള തട്ടങ്ങൾ സർക്കാർ അനുവദിക്കില്ല. ഇത് ധരിച്ചതിന്റെ പേരിൽ പോലീസ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് പതിവാണെന്നും ഉയ്ഗൂറിലെ 20-കാരനായ അബ്ദുൽ മജീദ് വ്യക്തമാക്കുന്നു. ചൈനീസ് സർക്കാർ അനുവദിക്കുന്ന ഖുർആന്റെ പ്രതികൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന് വിരുദ്ധമായി സൗദി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഖുർആൻ പ്രതികളോ മുസ്ലിം സാഹിത്യങ്ങളോ അധികൃതർ കണ്ടെത്തിയാൽ ജയിൽ ശിക്ഷ ഉറപ്പാണെന്നും ഉയ്ഗൂർ വംശജനായ പുസ്തക വിൽപ്പനക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സർക്കാർ ഏതെങ്കിലും പ്രത്യേക വിശ്വാസത്തെ പിന്തുണക്കാതിരിക്കാനുമാണ് വിദ്യാർത്ഥികളോടും സർക്കാർ ജോലിക്കാരോടും നോമ്പെടുക്കരുതെന്ന് ആവശ്യപ്പെടുന്നതെന്ന് സർക്കാർ വാദിക്കുന്നു. താടിവെച്ച ഉയ്ഗൂർ പുരുഷനും ഹിജാബ് ധരിച്ച സ്ത്രീയും ഭീകരവാദികളാണെന്നാണ് ചൈനീസ് സർക്കാർ പറയുന്നത്. മതപരമായ ആചാരങ്ങൾക്കെതിരെ സർക്കാർ എത്ര കഠിനമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ടു പോകുന്നവർ ദിനംപ്രതി കൂടിവരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. PDP നേതാവ് അബ്ദുൽ നാസർ മഅദനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കർണാടക സർക്കാരിന്റെ സത്യവാങ്മൂലം. അബ്ദുൽ നാസർ മഅദനിയുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് കർണാടകയുടെ സത്യവാങ്മൂലം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ജാമ്യം ലഭിക്കാൻ അബ്ദുൽ നാസർ മഅദനി നുണ പറയുകയാണ്. മഅദനിക്ക് ആവശ്യമായ ചികിത്സ സർക്കാർ നൽകുന്നുണ്ട്. ചികിത്സക്കായി ഇതുവരെ 4 ലക്ഷം രൂപ ചിലവാക്കിയെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. അതേസമയം ബാംഗ്ലൂർ സ്ഫോടന കേസ് വിചാരണ അനാവശ്യമായി വൈകിപ്പിക്കുന്നുവെന്ന് അബ്ദുൽ നാസർ മഅദനി കഴിഞ്ഞയാഴ്ച ആരോപിച്ചിരുന്നു. കോയമ്പത്തൂർ വിചാരണയുടെ ആവർത്തനമാണ് ബാംഗ്ലൂർ കേസിലുമെന്ന് മഅദനി പറഞ്ഞു. കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിൽ ആശങ്കയില്ലെന്നും മഅദനി വ്യക്തമാക്കി. വിചാരണ വൈകുന്നത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ്. വിചാരണ തുടങ്ങി 2.5 വർഷമായിട്ടും ഇതുവരെ തീർന്നത് 80 സാക്ഷികളുടെ വിസ്താരം മാത്രം. മഅദനിക്കെതിരായ 30 സാക്ഷികളിൽ ഒരാളെപ്പോലും വിസ്തരിച്ചിട്ടില്ല. മഅദനിക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്ന സുപ്രീംകോടതി നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല. 400 സാക്ഷികളുള്ള കേസിന്റെ വിചാരണ ഈ രീതിയിലെങ്കിൽ പൂർത്തിയാവാൻ 5 വർഷമെങ്കിലും ഇനി വേണ്ടിവരും. 2010 ഓഗസ്റ്റിൽ അറസ്റ്റിലായ മഅദനി ഇപ്പോൾ തന്നെ 4 വർഷമായി ജയിലിലാണ്. ഇറാഖിൽ ISIL വിമതർ ഖലീഫയായി പ്രഖ്യാപിച്ച അബൂബക്കർ അൽ ബഗ്ദാദിയുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാഖിലെ പള്ളിയിൽ വിശ്വാസികളോട് പ്രഭാഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിമതരുടെ വെബ്സൈറ്റിലാണ് ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകമാകെയുള്ള മുസ്ലിംകളുടെ പിന്തുണ അദ്ദേഹം പ്രഭാഷണത്തിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മ്യൂസിലിലെ പള്ളിയിൽ നടത്തിയ പ്രസംഗമാണിതെന്നാണ് കരുതുന്നത്. എന്നാൽ ഇത് വ്യാജമാണെന്ന് ഇറാഖി ഭരണകൂടം അറിയിച്ചു. ഗൾഫ് വാർത്തകൾ. റമളാനിന്റെ പകൽ സമയത്ത് പരസ്യമായി ഭക്ഷണം കഴിച്ച 49 പേരെ സൗദിയിൽ പിടികൂടിയതായി റിപ്പോർട്ട്. വിശദമായ റിപ്പോർട്ടിലേക്ക്. വിശുദ്ധ റമദാനിന്റെ പകൽ സമയത്ത് പരസ്യമായി ഭക്ഷണം കഴിച്ച 49 പേരെ സൗദി പോലീസ് പിടികൂടി. വിശുദ്ധ മാസത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദേശികളെ നാടുകടത്തുമെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുസ്ലിങ്ങളും അല്ലാത്തവരും റമദാനിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്ന് നേരത്തെ സൗദി ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. പകൽ സമയത്ത് പരസ്യമായി ഭക്ഷണം കഴിക്കുകയോ വെള്ളമോ മറ്റോ കുടിക്കുകയോ പുകവലിക്കുകയോ ചെയ്യരുതെന്നും വിശുദ്ധ മാസത്തെ അപകീർത്തിപ്പെടുത്തുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുമായിരുന്നു നിർദ്ദേശം. ഇത് ലംഘിച്ചുകൊണ്ട് പകൽ സമയത്ത് ഭക്ഷണം കഴിച്ച 49 പേരെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയതായി നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് തടവും ചാട്ടയടിയുമാണ് ശിക്ഷ. പിടിക്കപ്പെടുന്നത് വിദേശിയാണെങ്കിൽ ശിക്ഷ പൂർത്തിയായതിനു ശേഷം തൊഴിൽ കരാർ റദ്ദാക്കി നാടുകടത്തുകയും ചെയ്യും. അതേസമയം സൗദിയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ചെലവാകുന്നതും പാഴാക്കുന്നതും റമദാൻ മാസത്തിലാണെന്നാണ് കണക്ക്. റമദാൻ ആദ്യത്തെ 3 ദിവസം മാത്രം മക്ക നഗരസഭ സംസ്കരിച്ച മാലിന്യത്തിന്റെ കണക്ക് 5000 ടൺ ആണ്. 2 ദിവസത്തിനുള്ളിൽ മക്കയിൽ 28,000 ആടുകളെ അറുത്ത് ഭക്ഷിച്ചതായാണ് കണക്ക്. നഗരത്തിൽ 8,000 ശുചീകരണ തൊഴിലാളികളും 45 മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുമുണ്ട്. സൗദിയിൽ ഓരോ ദിവസവും 4,500 ടൺ ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതായാണ് കണക്ക്. റമദാൻ വിഭവങ്ങളിൽ 30% ഭക്ഷിക്കാതെ പാഴാക്കുകയാണ്. സാധാരണ മാസങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾക്കായി 600 കോടി ചെലവഴിക്കുമ്പോൾ റമദാനിൽ 2,000 കോടിയാണെന്ന് ഇത് സംബന്ധമായ റിപ്പോർട്ട് പറയുന്നു.
ജിദ്ദയിൽ നിന്നും KMIC ന്യൂസിനു വേണ്ടി അലി AR നഗർ. അതേസമയം സൗദിയിൽ നോമ്പ് സമയത്ത് പരസ്യമായി ഭക്ഷണം കഴിച്ചവർ പിടിയിലായി എന്ന തലക്കെട്ടിൽ ഏഷ്യാനെറ്റ് നൽകിയ വാർത്തയിൽ ചിത്രം മാറിയത് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദത്തിനിടയാക്കി. അതേസമയം വാർത്തയോടൊപ്പം വന്ന ചിത്രം താൻ കൊടുത്തതല്ലെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ജിദ്ദ റിപ്പോർട്ടർ ജലീൽ കണ്ണമംഗലം വ്യക്തമാക്കി. സൗദിയിലെ നീതിന്യായ മന്ത്രാലയമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖിലെ മിക്ക പ്രദേശങ്ങളും പിടിച്ചടക്കിയ തീവ്രവാദി സംഘം രാജ്യത്തെ ചില ആരാധനാലയങ്ങളും മഹാന്മാരുടെ അന്ത്യവിശ്രമ കേന്ദ്രങ്ങളും തകർത്തതായി റിപ്പോർട്ട്. ദായിഷ് എന്ന ഭീകരസംഘടന തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയതെന്ന് UAEയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൽ ഇത്തിഹാദ് അറബി പത്രം റിപ്പോർട്ട് ചെയ്തു. പള്ളികളും മക്ബറകളും തകർത്തതിനു പുറമെ ക്രൈസ്തവരുടെ ചില ആരാധനാലയങ്ങളും കൈയടക്കി സംഘടനയുടെ പതാക ഉയർത്തിയിട്ടുണ്ടെന്നും ട്വിറ്റർ സന്ദേശത്തിൽ അവകാശപ്പെടുന്നുണ്ട്. JCB ഉപയോഗിച്ച് മക്ബറകളും ആത്മീയ കേന്ദ്രങ്ങളും തകർക്കുന്ന ചിത്രങ്ങളും തീവ്രവാദി സംഘം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീവ്രവാദികൾ തകർത്ത മക്ബറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകവ്യാപകമായി കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ആത്മീയ ഗുരുവായ ഷേഖ് അഹമ്മദ് അൽ കബീർ റിഫായിയുടേതാണെന്നാണ് റിപ്പോർട്ട്. നീനവയിലെ മക്ബറകളും ബിംബങ്ങളും തകർത്തു എന്ന തലവാചകത്തോടെയാണ് സംഘം ട്വിറ്ററിൽ വിവരം പോസ്റ്റ് ചെയ്തത്. സൗദി അറേബ്യയിലും മറ്റും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന്റെ പേരിൽ മഹാന്മാരുടെ മക്ബറകൾ ധാരാളമായി തകർത്ത ഇസ്ലാമിക തീവ്രവാദികളുടെ വഴിയെ തന്നെയാണ് ദായിഷ് എന്ന സംഘവും നീങ്ങുന്നത്. പ്രദേശവാസികൾക്ക് പുറമെ വിവരമറിഞ്ഞ ലോകത്തെ വിശ്വാസി സമൂഹവും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് 37ാം വാർഷിക 17ാം സന്നദ്ധദാന സമ്മേളനം 2014 ഡിസംബർ 18 മുതൽ 21 വരെ മർക്കസ് നഗർ കാരന്തൂർ. അറിവിൻ പൂവനി കാണേണ്ടേ അതബിൻ സുരഭിയതൊന്നുണ്ടേ. ഇന്ത്യൻ യുവബോധങ്ങൾക്ക് ദൈക്ഷണികതയുടെ മേൽവിലാസം ചാർത്തിയ അറിവിന്റെ നഗരി മർക്കസ് 37ാം വാർഷിക 17ാം സന്നദ്ധദാന സമ്മേളനം 2014 ഡിസംബർ 18 മുതൽ 21 വരെ മർക്കസ് നഗർ കാരന്തൂർ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കേരളത്തിലെ റമദാൻ അനുഭവങ്ങൾ തേടിയെത്തിയ ഉറുദു ചാനലായ ETVയുടെ റിപ്പോർട്ടർക്കും ക്യാമറമാനും ആര് ചോദിച്ചാലും ഒറ്റ ഉത്തരമേയുള്ളൂ: റമദാൻ കാ മൗസം യഹാം ബഹുത് അച്ഛ. ഇവിടെ റമദാൻ നാളുകൾ വളരെ മികച്ചതാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്കാരവും റമദാൻ നാളിലെ മുന്നൊരുക്കവും പ്രാർത്ഥനാ കേന്ദ്രങ്ങളുമെല്ലാം തേടിയെത്തിയതാണ് പ്രമുഖ ചാനൽ ശൃംഖലയായ ETV നെറ്റ്വർക്കിന്റെ ഉറുദു ചാനലിന്റെ മാധ്യമപ്രവർത്തകർ. ബാംഗ്ലൂരു ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ റൌഫ് അഹമ്മദ്, ക്യാമറമാൻ നാഗേഷ് എന്നിവരാണ് കേരളത്തിലെ റമദാൻ അനുഭവങ്ങൾ ഒപ്പിയെടുക്കാനെത്തിയത്. എല്ലാ റമദാൻ കാലവും ETV സംപ്രേഷണം ചെയ്യുന്ന റമദാൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇവർ കേരളത്തിലെത്തിയത്. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലാണ് ചാനൽ പ്രവർത്തകർ എത്തുന്നത്. കേരളത്തിൽ കോഴിക്കോടും പരിസര പ്രദേശങ്ങളുമാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. കാരന്തൂർ മർക്കസ് കോംപ്ലക്സ് മസ്ജിദ്, കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി എന്നിവിടങ്ങളിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ETVയുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞത്. മർക്കസ് മസ്ജിദിൽ 2000-ഓളം പേർ പങ്കെടുക്കുന്ന ഇഫ്താറും കുറ്റിച്ചിറയിലെ രാത്രികാല ഇഫ്താർ കാഴ്ചകളുമാണ് ഏറെ ആകർഷിച്ചതെന്ന് സീനിയർ റിപ്പോർട്ടർ റൌഫ് അഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ റമദാൻ നാളിലും ഇതുപോലെ 10-ലധികം സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നും എന്നാൽ കേരളത്തിലേതുപോലെ വ്യത്യസ്തമായ അനുഭവം മറ്റിടങ്ങളിൽ കാണാനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഖുർആൻ വിളിക്കുന്നു എന്ന ശീർഷകത്തിൽ SYS താമരശ്ശേരി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 6 ദിവസത്തെ റമദാൻ പ്രഭാഷണത്തിന് തുടക്കമായി. അഡ്വക്കേറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഖുർആനികാധ്യാപനങ്ങളുടെ പുലർച്ചയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രത്തിന്റെ വികാസത്തിനനുസരിച്ച് ഖുർആനിന്റെ പ്രസക്തിയും കാലികതയും വർദ്ധിക്കുകയാണെന്നും PTA റഹീം പറഞ്ഞു. PT അഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി സഖാഫി വള്ളിയാട്, TT നാസർ പൂക്കോട്, അലി ഖാരാടി പ്രസംഗിച്ചു. സൂറത്തുൽ ഖാരിയ ആസ്പദമാക്കി ഷാഫി സഖാഫി മുണ്ടമ്പ്ര ഖുർആൻ പ്രഭാഷണം നടത്തി. പാരത്രിക വിജയത്തിന് തിരുനബി സ്നേഹം അനിവാര്യമാണെന്നും പ്രവാചക സ്നേഹത്തിന്റെ ആവശ്യകത വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച വരെ ഷാഫി സഖാഫി മുണ്ടമ്പ്രയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ റഹ്മത്തുള്ള സഖാഫി എളമരവും പ്രഭാഷണം നടത്തും. ഇന്ന് MI ഷാനവാസ് MP മുഖ്യാതിഥിയായിരുന്നു. രാവിലെ 9 മുതൽ താമരശ്ശേരി വ്യാപാര ഭവനിൽ നടക്കുന്ന പ്രഭാഷണം ശ്രവിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യമൊരുക്കിയിട്ടുണ്ട്.
പുതിയ അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ SSF നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനു വേണ്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുന്നൊരുക്ക സംഗമം ഇന്ന് രാവിലെ 10 മുതൽ ജില്ലാ ഓഫീസിൽ നടന്നു. ഡിവിഷൻ ഹയർ സെക്കൻഡറി കൺവീനർ, കോർഡിനേറ്റർ എന്നിവരാണ് പ്രതിനിധികളായി പങ്കെടുത്തത്. ഹാമിദ് അലി സഖാഫി പാലാഴി, അംജദ് പാട്ടേൽ താഴം ചർച്ചകൾക്ക് നേതൃത്വം നൽകി. നരിക്കോട് മുഹമ്മദ് മുസ്ലിയാരുടെ 3ാം ആണ്ട് നേർച്ചയും ബദർദിന പ്രാർത്ഥനാരാവും ഈ മാസം 9-ന് തുടങ്ങും. രാവിലെ 11-ന് ഖത്മുൽ ഖുർആൻ സംഗമത്തിന് സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയ തങ്ങൾ നേതൃത്വം നൽകും. 1 മണിക്ക് മഖാം സിയാറത്തിന് SBP തങ്ങളും 2-ന് ജലാലിയ റാത്തിബിന് മുഹമ്മദ് മുസ്ലിയാർ മഞ്ചേശ്വരവും നേതൃത്വം നൽകും. വൈകിട്ട് 4:30-ന് അനുസ്മരണ സമ്മേളനം സമസ്ത ട്രഷറർ KP ഹംസ മുസ്ലിയാർ ചിത്താരി ഉദ്ഘാടനം ചെയ്യും. M ഹസൻ ഹാജി അധ്യക്ഷത വഹിക്കും. സയ്യിദ് മുഹമ്മദ് സുഹൈൽ അസഖാഫ് മടക്കര അനുസ്മരണ പ്രഭാഷണം നടത്തും. രാത്രി 9:30-ന് VP തങ്ങൾ ആട്ടേരി, 10-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുഹമ്മദ് മുസ്ലിയാർ നുച്ച്യാട്, 11-ന് വൈകിട്ട് 4:30-ന് ഷമീർ അഷ്റഫി കാട്ടാമ്പള്ളി എന്നിവർ പ്രഭാഷണം നടത്തും. രാത്രി 9:30-ന് ബുർദ മജ്ലിസും 12-ന് രാവിലെ 11 മണിക്ക് അഖിലേന്ത്യാ ഖുർആൻ പാരായണ മത്സരവും നടക്കും. KP അബൂബക്കർ ഹാജി വളക്കൈ അധ്യക്ഷത വഹിക്കും. PA അബ്ദുറഹ്മാൻ മുസ്ലിയാർ തിരുവട്ടൂർ ഉദ്ഘാടനം ചെയ്യും. അബ്ദുറഹ്മാൻ മാസ്റ്റർ നരിക്കോട്, അബ്ദുൽ ഖാദർ സഖാഫി മുതുകുട പ്രസംഗിക്കും. രാത്രി 9:30-ന് മുസ്തഫ സഖാഫി കാരയിൽ തെന്നല ബദർ ഖിസ്സ അവതരിപ്പിക്കും. 13-ന് വൈകിട്ട് 4:30-ന് ആലിക്കുഞ്ഞി അമാനി മയ്യിൽ പ്രഭാഷണം നടത്തും. രാത്രി 9:30-ന് ബദർ ഖിസ്സ അവതരണം നടക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. PDP നേതാവ് അബ്ദുൽ നാസർ മഅദനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കർണാടക സർക്കാർ. നരിക്കോട് ഉസ്താദ് ആണ്ട് നേർച്ചയും ബദർദിന പ്രാർത്ഥനാരാവും ഈ മാസം 9-ന് തുടങ്ങും. റമദാൻ കാ മൗസം യഹാം ബഹുത് അച്ഛ ഉറുദു ചാനലായ ETVയുടെ റിപ്പോർട്ടർ. ചൈനയിൽ സിൻജിയാങ്ങുകാർ നോമ്പെടുക്കുന്നു, വിലക്കുകളെ അതിജയിച്ച്. ഷെയ്ഖ് അഹമ്മദ് കബീർ റിഫാഴിയുടെ മഖബറ ഇറാഖ് വിമത സൈന്യം തകർത്തതായി റിപ്പോർട്ട്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാഖിൽ നിന്ന് 200 ഇന്ത്യക്കാർ കൂടി മടങ്ങിയെത്തി. കലാപഭൂമിയായ ഇറാഖിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി നേഴ്സുമാർ വന്നിറങ്ങിയത് ന്യൂസ് ചാനലുകളുടെ തത്സമയ അങ്കത്തട്ടിലേക്ക്. നിശ പാർട്ടികളിലെ ലഹരി മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതോടെ KMC ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ ഇന്ത്യൻ സമയം രാത്രി 12:30-ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.